ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവി തൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല, ഇവളുടെ ഒപ്പം തനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല എന്ന് ആനന്ദ് തീർത്ത് പറയുകയാണ്. ഒരു നിവൃത്തിയുമില്ലാതെ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ദേവിയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ ദേവി ദേവമംഗലത്ത് എല്ലാവരുടെയും കാലിൽ വീണ് കരയുന്നുണ്ട്, എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ്. പക്ഷെ തങ്ങളോട് ഇത്രയും വലിയ ചതി കാണിച്ച ദേവിയോട് ക്ഷമിക്കാൻ മാത്രം വിശാല മനസ്കതയൊന്നും ദേവമംഗലത്ത് ആർക്കും ഇല്ല. അപ്പോൾ ബാലൻ തന്നെ പറയുന്നുണ്ട്, ഉദയഭാനുവിന്റെ മകൾ ശ്രീദേവിക്ക് ഇനി ദേവമംഗലത്ത് സ്ഥാനമില്ലെന്ന്. അങ്ങനെ തകർന്ന മനസ്സുമായിട്ടാണ് ദേവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞും ദേവിക്ക് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. ഉദയഭാനുവും ശ്രീകലയും കൂടി ദേവിയെ കുറ്റപ്പെടുത്തുകയാണ്. നീ എന്തിനാ ഞങ്ങളുടെ കൂടെ വരാൻ നോക്കിയത്? നിനക്ക് അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചാ. അപ്പോൾ ദേവിയുടെ ക്ഷമ കെട്ടു. ദേവിയാണെങ്കിൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മിണ്ടിപ്പോകരുത്, എൻ്റെ ജീവിതം നശിപ്പിച്ചത് അച്ഛനും അമ്മയും കൂടി ചേർന്ന ആനന്ദേട്ടൻ എന്നോട് ക്ഷമിച്ചതാ. അച്ഛനോട് ആരാ പറഞ്ഞത് ഗോമതി സ്റ്റോറിൽ വന്ന് പൈസ മോഷ്ടിക്കാൻ എന്നും ചോദിച്ച് ഒരു ഭ്രാന്തിയെ പോലെ ഉദയഭാനുവിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് കുലുക്കാണ് ദേവി. അപ്പൊ ശ്രീകലയും ഭയന്നു പോവാ. ദേവി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുക. ഭ്രാന്തല്ല, എനിക്ക് ശരിക്കും മരിക്കാനാ തോന്നുന്നത്. എന്നെപ്പോലെ ഒരു ഗതികെട്ടവര് ആരാ ഈ ലോകത്തുള്ളത്? അച്ഛനും അമ്മയും ആണത്രേ. മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ഈ ലോകത്തുണ്ട്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാകില്ല. ആരെ കൊന്നിട്ടാണെങ്കിലും അവരുടെ കാര്യം നല്ല രീതിയിൽ നടക്കണം. അച്ഛന് അല്പമെങ്കിലും സ്നേഹം എന്നോടുണ്ടോ? അച്ഛൻ്റെ മകളല്ലേ അച്ഛാ ഞാൻ. എന്നെ ഇങ്ങനെ തകർത്ത് കളയാൻ അച്ഛൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കാൻ കേട്ടോ ഉദയഭാനുവിനോട്. മോളെ അച്ഛൻ എന്ന് പറഞ്ഞ് തല താഴ്ത്തി നിൽക്കുകയാണ്. അച്ഛനന്ന് ദേവമംഗലത്ത് വന്ന് ബാലച്ചൻ്റെ മുറിയിൽ കയറാനായിട്ട് ശ്രമിച്ചു, കള്ളനെ പോലെ. അന്നേ എനിക്ക് സംശയം തോന്നിയതാ. പക്ഷേ എൻ്റെ അച്ഛൻ എനിക്ക് എതിരായിട്ടൊന്നും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്ന് ഗോമതി സ്റ്റോറിൽ നിന്ന് പണം മോഷ്ടിച്ചിരിക്കുന്നു. അന്ന് 25,000 രൂപ മോഷണം പോയപ്പോൾ പോലും അച്ഛനെ ഞാൻ വെറുതെ പോലും സംശയിച്ചില്ല. എൻ്റെ അച്ഛൻ എനിക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യില്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷേ അച്ഛൻ്റെ ജീവിതം മാത്രമേ നോക്കുള്ളെന്ന് ഞാൻ ചിന്തിച്ചു ഇല്ലല്ലോ. ഒരു തെറ്റും ചെയ്യാതെ ആ പാവ മാമൻ ഒരു തെറ്റുകാരനെ പോലെ ദേവമംഗലത്ത് നിന്ന് എന്നേക്കുമായി പടിയിറങ്ങി. അതിനും കാരണക്കാരൻ എൻ്റെ ഈ നിൽക്കുന്ന അച്ഛൻ ആനന്ദേട്ടൻ. ഇത്രയേറെ എന്നെ വെറുക്കാൻ കാരണം ഇന്ന് അച്ഛനാ. അച്ഛൻ ഈ ചെയ്തു കൂട്ടിയതിന് ഒരിക്കലും ഞാൻ മാപ്പ് തരില്ല അച്ഛാ. ഇനി എന്തിനാ? അച്ഛന് സമാധാനമായില്ലേ? ഇനി എൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നത് കൂടി കണ്ണിറയെ കാണ് എന്നും പറഞ്ഞ് ദേവി ഭ്രാന്തിയെ പോലെ ബഹളം വെക്കാണ് കേട്ടോ. അപ്പം ശ്രീകര ഉദയഭാനും ദേവി പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. മോളെ, അച്ഛൻ അങ്ങനെയല്ല. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ? അതുമല്ല, ഒരു തവണ പൈസ എടുത്തതിനെ പറ്റി മോളൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ കരുതി അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന്. അതുകൊണ്ടാണ് മോളെ, അല്ലാതെ എൻ്റെ മോക്ക് ദ്രോഹം ചെയ്തതല്ല എന്ന് പറയാം. മിണ്ടിപ്പോകരുത്. ദ്രോഹം ചെയ്തതല്ല പോലും. എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ? എന്നെങ്കിലും അച്ഛൻ്റെ കള്ളത്തരം എല്ലാവരും കണ്ടുപിടിക്കുമെന്ന് എന്തേ അച്ഛൻ ചിന്തിച്ചില്ല എന്ന് ചോദിക്കാം. അപ്പം ശ്രീകല പറയും, അത് ഉദയേട്ടന് വല്ലാത്ത ആത്മവിശ്വാസമായിരുന്നു. ഇത്രയും കള്ളത്തരങ്ങളൊക്കെ ദേവമംഗലത്ത് എല്ലാവരോടും ചെയ്തിട്ടും ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ അല്ലേ ഉദയേട്ടാ? പക്ഷെ സത്യമായിട്ട് മോളെ, ഗോമതി സ്റ്റോറിൽ നിന്ന് ഈ മനുഷ്യൻ പണം മോഷ്ടിക്കുമെന്ന് അമ്മ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. പലപ്പോഴായിട്ട് കാശ് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നപ്പം ഞാൻ കരുതിയത് വേറെ ഏതോ രീതിയിലാണെന്നാ എന്നും പറഞ്ഞ് ശ്രീകലയും കൈ ഒഴിയാണ് കേട്ടോ. ഉദയഭാനുവാണ് ദേവിയോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുക. ആനന്ദേട്ടൻ എന്നെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചെന്നാ പറഞ്ഞത്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി വേണ്ട എന്ന്. പക്ഷേ ആനന്ദേട്ടനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ എല്ലാം സഹിക്കും. പക്ഷേ എൻ്റെ അച്ഛൻ എന്നോട് ഈ ചെയ്ത ചതിയുണ്ടല്ലോ, ഒരിക്കലും ഞാൻ പൊറുക്കില്ല അച്ഛാ. ഇനി അച്ഛന് ഇങ്ങനൊരു മകളില്ല എന്ന് പറഞ്ഞ് ദേവി മുറിയിലേക്ക് കയറി പോവാ. എന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അവിടെ നടന്ന ഓരോ സംഭവങ്ങളായിട്ട് ദേവിയുടെ മനസ്സിലേക്ക് വരിക. ഇതേ സമയം നമ്മുടെ ആനന്ദാണെങ്കിൽ ഇനി തനിക്ക് ദേവിയെ ആവശ്യമില്ല എന്നൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യണം എന്നൊരു തീരുമാനത്തിൽ ചേരുകയാണ്. അപ്പം അത് ഗോമതിയോടും ബാലനോടും പറയാം. അച്ഛാ, ഇനിയും ദേവിയുമൊത്തൊരു ജീവിതം എനിക്ക് സാധ്യമല്ല. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരുന്നതിന് മുന്നേ എനിക്ക് അവൾക്ക് എതിരെ ഡിവോഴ്സ് നോട്ടീസ് അയക്കണം അച്ഛാ എന്ന് വാശിയോടുകൂടി പറയാം. അപ്പം ഡിവോഴ്സ് എന്നൊക്കെ കേൾക്കുമ്പം ഗോമതിക്ക് ഒരു പതർച്ച ഉണ്ടാവുന്നുണ്ട്. മോനെ, ദേവിമോള് ചെയ്ത തെറ്റുകൾ തന്നെയാണ്. അവൾ ഒരുപാട് തെറ്റുകൾ ഈ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബന്ധമില്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഇനിയും അവളെ മരുമോളായി അംഗീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ബാലൻ പറയും, ഒരിക്കലുമില്ല. അവളോട് ഇനി ഒരിക്കലും പഴയതുപോലെ പെരുമാറാൻ എനിക്ക് സാധിക്കില്ല. എന്തുമാത്രം കള്ളങ്ങൾ പറഞ്ഞു. അവളുടെ അച്ഛൻ പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം അവളും കൂട്ടുനിൽക്കുകയല്ലേ ചെയ്തത്. ഈ വീട്ടിലുള്ളവരോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അവളുടെ കൂടെ നിൽക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബാലനും പറയാണ്. അപ്പം
അപ്പം ഗോമതി ചോദിക്കും, ബാലേട്ട എങ്കിലും ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആനന്ദിൻ്റെ ജീവിതം എന്ന് ചോദിക്കുക. എന്ത് ജീവിതം ഗോമതി? അതുപോലെ കള്ളത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളുടെ കൂടെ എങ്ങനെയാണ് എൻ്റെ മോൻ ജീവിക്കുക? വഞ്ചനയല്ലേ ശ്രീദേവി ഇവനോട് ചെയ്തത് എന്ന് ചോദിക്കുക. പിന്നെ ഗോമതിയും ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ഗോമതിയും ആനന്ദിനോട് പറയാണ് കേട്ടോ. അപ്പം ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനായിട്ട് മറ്റാർക്കും സാധിക്കുന്നില്ല. കാരണം ഇത് ആനന്ദിൻ്റെ ജീവിതമാണ്. ആനന്ദാണ് പൂർണ്ണമായിട്ടും ഒരു തീരുമാനം വേണ്ടത്. ആനന്ദിന് ദേവിയുമൊത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആകാശനും ആര്യനും ഒക്കെ ബോധ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സ് പെറ്റീഷന് അപ്ലൈ ചെയ്യുകയാണേ. അങ്ങനെ നമ്മുടെ ദേവിക്കും നോട്ടീസ് കിട്ടുകയാണ്. ആനന്ദിൻ്റെ ഡിവോഴ്സ് വേണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള നോട്ടീസ്. ദേവി അത് വായിച്ച് ഞെട്ടിത്തരിച്ച് നിൽക്കുക. ദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല മറിച്ച് ചോരയാണ് ഒഴുകുന്നതെന്ന് തോന്നുന്ന വിധം ഞെട്ടി തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ദേവിയുടെ അവസ്ഥ കണ്ട് ഉദയഭാനുവും ശ്രീകല അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തു പറ്റി എന്ന് ചോദിക്കുക. അപ്പം ഉദയഭാനുവിനോടും ശ്രീകലയോടും ഉള്ള സംസാരം പോലും ദേവി എന്നേക്കുമായി അവസാനിപ്പിച്ചതാ. അപ്പം അതെടുത്ത് ഉദയഭാനുവിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. അയാളത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും തകർന്ന പോലെ നിൽക്കുകയാണ്. എന്നാ മനുഷ്യ, എന്താ അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് ശ്രീകല ചോദിക്കുക. ആനന്ദ് ദേവിക്ക് ഡിവോഴ്സ് അയച്ചിരിക്കുന്നു എന്ന് പറയാ. ഡിവോഴ്സോ? നമ്മുടെ മകളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചതാണോ അവൻ? ഇതിന് ഒരിക്കലും വളം വെച്ച് കൊടുക്കരുത്. ദേവമംഗലത്ത് പോയി നമുക്കിത് ചോദിക്കണം. അങ്ങനെ വെറുതെ ഉപേക്ഷിക്കാൻ പറ്റിയൊരു വസ്തുവാണോ നമ്മുടെ മകള്? ഈ നാടറിയേ, നാട്ടുകാരറിയേ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ നമ്മുടെ മകളെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ദേവി പറയും, ആനന്ദേട്ടന് എന്നെ പോലെ ഒരുത്തേ ഇനി വേണ്ട എന്ന് പറയുമ്പോൾ എന്തിനാ അമ്മ അവിടെ പ്രസക്തിയുള്ളത്? കോടതിയിൽ ഈ ദിവസം ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അപ്പം ഉദയഭാനുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുക. അപ്പം ദേവി അകത്തേക്ക് തകർന്ന മനസ്സാൽ കടന്നു പോവാണ് കേട്ടോ. അപ്പം ദേവിക്ക് ജീവിക്കണമെന്ന് തന്നെയില്ല, ആത്മഹത്യക്ക് പോലും ദേവി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉദയഭാനുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ശ്രീകല ചോദിക്കും, ദേ മനുഷ്യ, ഇക്കാര്യം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ദേ നമുക്ക് ഒരിക്കലും ഇതിനനുകൂലിക്കാൻ പാടില്ല. ആനന്ദ് ദേവി ഉപേക്ഷിക്കാൻ സമ്മതിക്കരുത് എന്ന് പറയാം. അവൻ ഡിവോഴ്സ് അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുക. നിങ്ങളും പോയി ഒരു വക്കീലിനെ കാണുക, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവോഴ്സ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്ന് പറയാണ്. ഇല്ലെങ്കിൽ എന്നേക്കുമായി നമ്മുടെ മകളെ നമുക്ക് നഷ്ടപ്പെടും എന്ന് തീർത്തു പറയാം. അപ്പോൾ ഉദയഭാനുവിനും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉദയഭാനു ദേവിക്ക് വേണ്ടി ഒരു വക്കീലിനെ പോയി കാണുകയാണ് കേട്ടോ. അപ്പം എൻ്റെ മകൾക്ക് ഡിവോഴ്സിന് ഒട്ടും തന്നെ താല്പര്യമില്ല, ആനന്ദില്ലെങ്കിൽ മരിച്ചു കളയുമെന്ന അവൾ പറയുന്നത്. ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് വക്കീലിനോട് ചോദിക്കാം. അപ്പോൾ വക്കീൽ പറയും, നിങ്ങൾക്ക് ഡിവോഴ്സിന് താല്പര്യമില്ലെങ്കിൽ കോടതിയിൽ അക്കാര്യം പറയണം. മ്യൂച്വൽ ഡിവോഴ്സ് വേണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ സമ്മതം കൊടുക്കണം. ഒരാൾക്ക് ഡിവോഴ്സിന് താല്പര്യമില്ലെങ്കിൽ കേസ് നീണ്ടു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ശ്രീദേവിക്ക് അവിടെ സന്തോഷകരമായ ജീവിതമായിരുന്നോ, അതല്ല ആനന്ദും കുടുംബവും ശ്രീദേവിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെങ്കിൽ നമുക്കതും മേടിച്ചെടുക്കാം, അതിനും വകുപ്പുകളൊക്കെ ഉണ്ട് എന്ന് വക്കീൽ പറഞ്ഞു കൊടുക്കാം. അത് കേൾക്കുന്ന ഉദയഭാനുവിൻ്റെ മനസ്സിൽ വീണ്ടും പല പദ്ധതികളും പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ദേവമംഗലത്തുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കണം. തൻ്റെ മകൾ ഇത്രയധികം വേദനിച്ചു, അവർക്കൊരു ചെറിയ ശിക്ഷ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തെങ്കിലും ചെയ്ത് അവർ ഞങ്ങളുടെ കീഴിൽ വീണ്ടും വരണം. ദേവിമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് വരണ അവസ്ഥ അവർക്കുണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്ത ഉദയഭാനുവിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോവുക. കുറച്ച് കാശും അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണം എന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം വക്കീലിനോട് പറയും, ആനന്ദ് ഒരിക്കലും സ്വയമേ ദേവിയോട് ക്ഷമിക്കാൻ പോകുന്നില്ല, എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് വക്കീലിനോട് ചോദിക്കാം. അപ്പോൾ വക്കീൽ ചില കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കൊടുക്കുകയാണ്. അവർക്കെതിരെ ഗാർഹിക പീഡനത്തിനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഭയന്ന് ആനന്ദ് ദേവിയെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറയാം. അത് നല്ലൊരു ഐഡിയ ആയിട്ട് ഉദയഭാനുവിനും തോന്നുകയാണ്. കാരണം അങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ദേവമംഗലത്തുള്ളവരെല്ലാം കുടുങ്ങും. അച്ഛനെയും അമ്മയും പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആനന്ദിന് അതൊന്നും ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. അവസാനം കേസ് പിൻവലിക്കാൻ വേണ്ടി ദേവിയുടെ കാലി വന്ന് വീണ് അവളെ കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെയുള്ള സ്വാർത്ഥ ചിന്തകൾ ഉദയഭാനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ പ്രതീക്ഷയോടുകൂടി തിരിച്ച് വീട്ടിൽ ചെന്ന് ശ്രീകലയോട് ഇക്കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ശ്രീകല പറയും, നമ്മുടെ മോളെയും നമ്മളെയും എത്രമാത്രം അവരെ അപമാനിച്ച് വിട്ടത്. ആ ഗോമതി നമ്മുടെ മോളെ കൈ പിടിച്ച് പുറത്തേക്ക് തള്ളുവല്ലായിരുന്നോ? അങ്ങനെയുള്ള അവർക്കെതിരെ കേസ് കൊടുക്കുക
കൊടുക്കുക തന്നെ ചെയ്യണം. നമ്മൾ പറയാൻ പോകുന്നതൊന്നും കള്ളത്തരങ്ങളല്ലല്ലോ. എൻ്റെ മോളെ മാനസികമായും ശാരീരികമായും അവർ ഉപദ്രവിക്കുക തന്നെ ചെയ്തു. എല്ലാവരും കൂടി വട്ടം കൂടി നിന്ന് ചോദ്യങ്ങൾ ചെയ്ത് നമ്മളെ മോളെ എത്രമാത്രം വേദനിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കണം ഉദയേട്ട എന്ന് തീർത്തു പറയാണ് കേട്ടോ. അപ്പം ദേവിയോടും ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പം ദേവി പറയും, ഒരിക്കലുമില്ല, അച്ഛനും അമ്മയ്ക്കും എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ ഇനി ഇങ്ങനൊരു കള്ളക്കേസ് കൂടി കൊടുക്കാൻ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ഉദയഭാനു പറയും, മോളെ നിനക്ക് ആനന്ദിൻ്റെ കൂടെ ജീവിക്കണ്ടേ? അല്ലാതെ ആനന്ദ് ഇനി നിന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയും ജയിലിൽ പോകുമെന്ന് ഭയന്നിട്ടാണെങ്കിലും അവൻ ഉറപ്പായിട്ടും നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും എന്ന് പറയാം. വേണ്ട, ആ വീട്ടിലുള്ള ആരും എന്നോട് ഒരു രീതിയിലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ചോദ്യം ചെയ്തു. അതാണോ അച്ഛൻ അവരിൽ കണ്ട തെറ്റ് എന്ന് ചോദിക്കാം. ഇങ്ങനൊരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. വീണ്ടും ആ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ദേവി തീർത്തു പറയാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോടി എന്ന് ദേഷ്യത്തോടു കൂടി ശ്രീകല പറയാ. നീ മാത്രമല്ല ഞങ്ങൾക്ക് മകളായിട്ടുള്ളത് ഒരാൾ കൂടിയുണ്ട്. അവളുടെ കല്യാണക്കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി നിൽക്കാം. ഈ സമയത്ത് ചേച്ചി ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്ന് ദിവ്യയുടെ വരനും കൂട്ടരും അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവളും നിന്നെ പോലെ കല്യാണം കഴിയാതെ ഇവിടെ വന്ന് നിൽക്കണമെന്നാണോ നീ പറയുന്നത്? അവക്ക് നിന്റെ ഗതി വരണോ എന്ന് ചോദിക്കുക. അമ്മ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ ഫലവാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അവളുടെ കല്യാണം മുടങ്ങുവാണേ ഏറ്റവും നല്ലത് അതാ. അല്ലെങ്കിൽ നാളെ അവൾക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ വീട്ടുകാരും സത്യം അറിയുമ്പം അവളെ ഇങ്ങനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ദേവി അങ്ങോട്ട് പോവാ. അപ്പം ശ്രീകല പറയും, അവൾ ഒരു രീതിയിലും നമ്മുടെ വഴിക്ക് വരുന്നില്ലല്ലോ ഉദയേട്ട, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കാം. ദേവിയുടെ സമ്മതത്തോടു കൂടി നമുക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് അവക്ക് വേണ്ടി ഒരു പരാതി കൊടുത്താലോ? അതിന് ദേവി വന്ന് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചാലല്ലേ പോലീസ് കേസെടുക്കുള്ളൂ എന്ന് അപ്പം ശ്രീകല ഉദയഭാനുവിനോട് ചോദിക്കാം. ഒരു പരാതി എഴുതി എങ്ങനെയെങ്കിലും ദേവിയുടെ ഒപ്പ് നമുക്ക് സംഘടിപ്പിക്കണം. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നമുക്കിത് കൊടുക്കാം. അവക്ക് നേരിട്ട് ഹാജരാക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാലോ? എങ്കിലും ഇതൊക്കെ നടക്കോ ഉദയേട്ട എന്ന് അപ്പം ശ്രീകല ചോദിക്കുകയാണ്. നടത്തണം, എങ്കിലേ നമുക്ക് ദേവി മോളെ തിരിച്ച് ദേവമംഗലത്ത് എത്തിക്കാനായിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ ഒരിക്കലും ആനന്ദ് നമ്മുടെ വഴിക്ക് വരത്തില്ല. ഇത് അവൻ്റെ അച്ഛനും അമ്മയും ജയിലിൽ പോകുമെന്ന് ഭയന്നിട്ടാണെങ്കിലും അവന് ദേവിയെ വിളിക്കാനായിട്ട് വരുമെന്ന എൻ്റെ മനസ്സ് പറയുന്നേ എന്ന് ഒക്കെ ഉദയഭാനു ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേവിയെ അവർ വെറുത്തു പോവുകയുള്ളൂ എന്നൊന്നും ഉദയഭാനുവോ ശ്രീകലയോ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.